ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന 2025 ഒരു അടിപൊളി കലണ്ടർ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അതിന് നമുക്ക് 12 ഷീറ്റ് ഓഫ് ഇത്തരം പേപ്പേഴ്സ് വേണം. പിന്നെ ഒരു CD മാർക്കർ വേണം. CD മാർക്കർ ഇല്ലെന്നും പറഞ്ഞാൽ ആരും ചെയ്യാനിരിക്കേണ്ട. ഒരു ബ്ലാക്ക് ജെൽ പെന്നോ ബ്ലൂ ജെൽ പെന്നോ അങ്ങനെ എന്തെങ്കിലും മതി. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ന്യൂ ഇയറിൻ്റെ തലേദിവസം 31-ാം തീയതിയാണ്. പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ ഈ വീഡിയോ ഇടുന്നത് 2025 ജനുവരി 2-ാം തീയതിയാണ്. ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പം 2 ദിവസമായി. നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒക്ടോബർ ആണോ എഴുതുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ജാനുവരി ഒക്കെ എഴുതിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പോലും ആലോചിച്ചില്ലായിരുന്നു. പിന്നെ ഒക്ടോബർ എഴുതാൻ പോയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് തന്നെ ഓർത്തത്. അപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ ആദ്യം തന്നെ ജാനുവരി മുതൽ ഡിസംബർ വരെ 12 പേപ്പറിലായിട്ട് നമുക്ക് ഹെഡിങ് എഴുതുന്നോട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക. നമുക്ക് അതിൻ്റെ സൈഡിൽ ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഇതുകൂട്ട് പെൻസിൽ വെച്ച് എഴുതിയിട്ടാണ്. അതിൻ്റെ പുറത്തുകൂടി എൻ്റെ ഈ CD മാർക്കർ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ CD മാർക്കർ തീർന്നു പോയി. അപ്പം ഞാൻ ബ്ലാക്ക് ജെൽ പെൻ വെച്ച് ഇതുകൂട്ട് എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ എഴുതി ഇങ്ങനെ ഓർഡർ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഓർഡറിൽ തന്നെ ഇങ്ങനെ എഴുതി വരാൻ പറ്റും. അപ്പം നമുക്കിത് ഇതിൻ്റെ അകത്ത് ഇനിയും നമ്മൾ നോർമലി കലണ്ടറിൽ കാണുന്ന തൊട്ട് തന്നെ സാറ്റർഡേ മുതൽ സൺഡേ വരെ എഴുതി കൊടുക്കുക. ഫസ്റ്റ് ലെറ്റർ മാത്രം എഴുതി കൊടുത്താൽ മതി. പിന്നെ 1 മുതൽ 31 വരെ എഴുതാം. പിന്നെ ഇതും ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ട് തന്നെ തെറ്റാതെ പെൻസിൽ വെച്ച് ആദ്യം എഴുതിയിട്ട് അതിൻ്റെ പുറത്തുകൂടി പേന വെച്ച് എഴുതുക. എന്നാൽ നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ കലണ്ടർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മൊത്തമൊന്നും എഴുതിയിട്ടില്ല. ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ എഴുതിയിട്ടുള്ള എൻ്റെ മടി കാരണം ഞാൻ അപ്പോൾ അത്രയും എഴുതിയുള്ളൂ. പിന്നെ എഴുതാമല്ലോ, മാർച്ച് വരെ എഴുതിയിട്ടില്ലെന്ന് ആലോചിച്ച് അത്രയും എഴുതിയിട്ടുള്ളൂ. അപ്പം വേണമെങ്കിൽ നമുക്ക് അതുകൊണ്ട് കുഞ്ഞി പോയൊക്കെ സൈഡിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് സാറ്റേൺ റിബൺ വെച്ച് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള രീതി ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തുള്ള വീഡിയോയിൽ പിന്നീട് കാണാം. ബൈ.